അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗമായ മിസ്ലാനിയസ് എക്സാംസ്, കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ പലതരത്തിലുള്ള എക്സാമ്പിൾസാണ് ഈ പറയുന്നത്. കുറച്ച് എക്സാമ്പിൾ അതൊന്ന് ചർച്ച ചെയ്യട്ടോ. അപ്പോൾ എക്സാമ്പിൾ 20. ഹൗ മെനി വേർഡ്സ് വിത്ത് ഓർ വിതൗട്ട് മീനിങ് ഈച്ച് ഓഫ് 3 vowels and 2 consonants can be formed from the letters of the word involute. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ ഇൻവോൾട്ട് എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് മീനിങ് ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ എത്ര വേർഡ് ഉണ്ടാക്കാന്നുള്ളത്. ആ വേർഡിൻ്റെ കണ്ടീഷൻ എന്താ വെച്ചാൽ ഓരോ വേർഡിനും 3 വൊവൽസും വേണം, 2 കോൺസ്റ്റൻസും വേണം. ഓക്കെ, അപ്പോൾ ഓരോ വേർഡിലും 5 ലെറ്റേഴ്സാണ് വേണ്ടത്. അതിന് 3 എന്താണ് വൊവൽസ് ആയിരിക്കണം, 2 കോൺസ്റ്റൻസും ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ മൊത്തം നമുക്കിപ്പോൾ 8ഓളം വേർഡ് ഉണ്ട് ഇതിൽ, 8ഓളം ലെറ്റർ ഉണ്ട് ഇൻവോൾട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഓരോ അതിലെ ആ വേർഡിലുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്കിവിടെ ഉണ്ടാക്കേണ്ടത്. അതിൽ ഓരോ വേർഡിലും 3 വൊവൽസുമാണ്, 2 കോൺസ്റ്റൻസുമാണ്. അങ്ങനെ എത്ര വേർഡ്സ് ഉണ്ടാവുന്നത് അപ്പോൾ ശ്രദ്ധിക്കാം. അതിൽ ഇൻവോൾട്ട് എന്നുള്ളവിടുന്ന് 4 വൊവൽസും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ 4 കോൺസ്റ്റൻസും ഉണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞത് 3 വൊവൽസ് എടുക്കാണ്, 2 കോൺസ്റ്റൻസ് എടുക്കാനാണ്. അപ്പം 4 വൊവൽസിൽ നിന്ന് 3 വൊവൽസ് എത്ര രൂപത്തിൽ എടുക്കാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും? 4 കോമ്പിനേഷൻ 3 എന്ന രൂപത്തിൽ സെലക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ 4 വൊവൽസിൽ നിന്ന് 3 നമുക്ക് 4 കോമ്പിനേഷൻ 3 എന്ന രൂപത്തിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ 4 കോമ്പിനേഷൻ 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന പോലെ 4 ഫാക്ടോറിയൽ ബൈ 4 മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ അതുപോലെ എഴുതാം. 4 മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയലായി, പിന്നെ ഇൻറ്റു 3 ഫാക്ടോറിയൽ. അപ്പോൾ 3 ഫാക്ടോറിയൽ ഇവിടെ വെട്ടിപ്പോവും, മേലെയും 3 ഫാക്ടോറിയൽ, കാരണം 4 ഫാക്ടോറിയൽ 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ 4. അപ്പോൾ ഇതൊന്നും വെട്ടിപ്പോവും. ബാക്കി എന്താ 4 ബൈ 1 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ പിന്നെ 1 തന്നെയാണ്. അപ്പോൾ 4 ബൈ 1 എന്നുള്ളോ, അതായത് ഉത്തരം 4 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ഉത്തരം നമുക്കിവിടെ 4 കിട്ടിയിട്ടുള്ളത്. ഇനി രണ്ടാമത്, നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 കോൺസ്റ്റൻസ് ഔട്ട് ഓഫ് 4 കോൺസ്റ്റൻസ്. 4 കോൺസ്റ്റൻസിൽ നിന്ന് 2 കോൺസ്റ്റൻസ് എത്ര രൂപത്തിൽ തിരഞ്ഞെടുക്കാം? അത് 4 കോമ്പിനേഷൻ 2 എന്ന രൂപത്തിലാണ്. അതിന് ഉത്തരം 6 ആണ്. അതായത് 4 ഫാക്ടോറിയൽ ബൈ 4 മൈനസ് 2 അല്ലേ? അപ്പോൾ 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ, കാരണം ഇവിടെ 2 ആണല്ലോ, 6. 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ, പിന്നെ 2 ഫാക്ടോറിയൽ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താകും, 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പം എത്രയായി മാറും? 4 മാറൂലേ? ബാക്കി അവിടെ എന്താ ഉള്ളത്? ഇവിടെ 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് പോയി. ഇനി 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, 2 ഇൻറ്റു 2 4. ഈ 4 വെട്ടിപ്പോയാൽ 3 ഫാക്ടോറിയൽ ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1, 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 1 6. അപ്പോൾ 6 കിട്ടി. അങ്ങനെ ഈ 3 വൊവൽസിനെ തിരഞ്ഞെടുക്കുന്നത് 4 രൂപത്തിലും 4 കോൺസ്റ്റൻസിൽ നിന്ന് 2 കോൺസ്റ്റൻസിന് തിരഞ്ഞെടുക്കുന്നത് 6 രൂപത്തിലുമാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ 5 ലെറ്റേഴ്സ് നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി 5 ലെറ്റേഴ്സിൻ്റെയും എന്താകാം, ഇതൊരു കോമ്പിനേഷനാണ്. 3 വൊവൽസും 2 കോൺസ്റ്റൻസും ഉള്ള ഒരു കോമ്പിനേഷനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ എത്ര മൊത്തത്തിൽ ഇവിടെ 4ഉം 6ഉം കിട്ടി. അങ്ങനെ മൊത്തത്തിൽ എത്ര കോമ്പിനേഷൻസ് ഉണ്ടാവും? 24 കോമ്പിനേഷൻസ് ഉണ്ടാവും. കാരണം എന്താ പറഞ്ഞത്, 4 വൊവൽസിൽ നിന്ന് 3 വൊവൽസ് നമുക്കെന്ത് 4 രൂപത്തിൽ തിരഞ്ഞെടുക്കാം. ഓക്കെ അല്ലേ? അതുപോലെ 4 കോൺസ്റ്റൻസിൽ നിന്ന് 2 കോൺസ്റ്റൻറ്റ് നമുക്ക് 6 രൂപത്തിലും തിരഞ്ഞെടുക്കാം. അപ്പോൾ ഓരോ വൊവൽസ് തിരഞ്ഞെടുക്കുമ്പോഴും അവിടെ എന്തുണ്ട്? 6 കോൺസ്റ്റൻസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. 6 രൂപത്തിൽ കോൺസ്റ്റൻസ് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ എന്താവും? 4 ഇൻറ്റു 6 24 രൂപത്തിൽ എന്താകാം, ഇതിനെ നമുക്ക് കോമ്പിനേഷൻ, അതായത് വ്യത്യസ്ത കോമ്പിനേഷൻസ് കിട്ടും. ഇനി ഇപ്പം എത്ര കിട്ടി? 24 രൂപം നമുക്ക് കോമ്പിനേഷനായി കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾക്ക് മൊത്തം ഇപ്പോൾ 5 വേർഡ്സാണുള്ളത് ഒരു വേർഡിൽ. ഈ 5 വേർഡ്സും എന്താകാം, നമുക്കിപ്പോൾ കിട്ടിയ ചിലപ്പം ഇൻവോൾട്ട് എന്നുള്ളത് എന്ന് കിട്ടി. ഇപ്പോൾ 2 കോൺസ്റ്റൻസ് ഉണ്ട്, 3 ഇതുണ്ട്. അപ്പോൾ ഇതിനെന്താക്കാം, ഇതിപ്പോൾ ഒരു കോമ്പിനേഷനാണ് അല്ലേ? ഈ കോമ്പിനേഷനിൽ നമുക്ക് എന്താക്കാം, വ്യത്യസ്ത അറേഞ്ച്മെൻറ്റ് ഉണ്ടാകാം. അതായത് ഇപ്പോൾ ഇതിനെ ഈനെ ആദ്യം കൊണ്ടുവരിക, അങ്ങനെ വ്യത്യസ്ത അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. അത് എത്ര രൂപത്തിലുണ്ടാവും? അതാണ് 5 ഫാക്ടോർ എന്നുള്ളത്. അപ്പോൾ ഓരോന്നിലും എന്തുണ്ടാവും, ഓരോ കോമ്പിനേഷനും 5 ഫാക്ടോറിയൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത് പെർമ്യൂട്ടേഷൻ ആവും. ഓക്കെ അല്ലേ?
അപ്പം നമുക്ക് ഇതിപ്പോൾ ഒരു കോമ്പിനേഷനാണ്, അത് 24 കോമ്പിനേഷനിൽ നിന്ന് ഒരു കോമ്പിനേഷനാണ് ഇൻ വോയി എന്നുള്ളത്. ഓക്കെ അല്ലേ? കാരണം അതിൽ 3 വൊവൽസ് ഉണ്ട്, 2 കോൺസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ. ഈ ഓരോ കോമ്പിനേഷൻ എടുത്താലും നമ്മളെന്താണ് ഇപ്പോൾ ഒരു വേർഡ് ഉണ്ടാക്കുകയാണ്. ഈ വേർഡിന് എന്താണ് ഇപ്പോൾ INVOE എന്നുള്ള വേർഡിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ ഈ വെച്ച് ഇവിടുന്ന് ഈ വെട്ടിയാൽ. അപ്പോൾ അതിൽ എത്ര ഓരോ കോമ്പിനേഷനിലും 5 ഫാക്ടോറിയൽ എന്തുണ്ടാവും, പെർമ്യൂട്ടേഷൻ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കുക ഇതിനെ ഗുണിക്കുന്നത്. Now each of these 24 combinations has 5 letters which can be arranged among themselves in 5 factorial രൂപത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യപ്പെടാം അല്ലേ. നമുക്ക് ഒരു 5 വേർഡുള്ള ലെറ്റർ കിട്ടിയാൽ അതിന് എത്ര ഇതുണ്ടാക്കാം, എത്ര വേർഡ്സ് ഉണ്ടാക്കാം, 5 ഫാക്ടോറിയൽ വേർഡ് ഉണ്ടാക്കാം. അപ്പോൾ ഇതെന്തുണ്ട്, 24 കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ 24 × 5 ഫാക്ടോറിയലായി ഉത്തരം 2880. ഓക്കെ, മനസ്സിലായി ചോദിക്കണം കേട്ടോ. ഇനി എക്സാമ്പിൾ 21. A group consists of 4 girls and 7 boys. Okay. In how many ways can a team of 5 members can be selected if the team? അപ്പോൾ എന്ന് വെച്ചാൽ 4 ഗേൾസും ഉണ്ട് 7 ബോയ്സും ഉണ്ട്. അതിൽ നിന്ന് 5 മെമ്പറുള്ള ഒരു ടീം ഉണ്ടാക്കണം. അത് എത്ര രൂപത്തിൽ ഉണ്ടാക്കാൻ പറ്റും? അതിന് കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻസ് ആണ് ഇത്, അതായത് വ്യത്യസ്ത രൂപമുണ്ട്. ഒന്നാമത്തെ ഇതിൽ എന്താ വെച്ചാൽ ഒരു ഗേൾ പോലും ഇല്ലാത്ത ടീമാകണം. പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ. അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു ബോയും ഒരു ഗേളും ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് വ്യത്യസ്ത അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇനി ഒന്നാമത് നോക്കുകയാണ്. ഒന്നാമത് എന്താണ്, ഒറ്റ ഗേൾ ഉണ്ടായിരിക്കരുത്. അപ്പോൾ നമുക്ക് എന്താ ഓപ്ഷൻ ഉള്ളൂ, 7 ബോയ്സിൽ നിന്ന് തന്നെ 5 മെമ്പേഴ്സിനെ കണ്ടെത്താനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, 7 കോമ്പിനേഷൻ 5 എന്നായി മാറും അല്ലേ. അതാണ് കണ്ടിട്ടുള്ളത്, 7 കോമ്പിനേഷൻ 5. അത് വളരെ സുഖകരമാണ്. 7 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പോൾ 7 × 6 ആവും, 6 × 7. കാരണം ഈ 5 ഫാക്ടോറിയൽ 7 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 7 × 6 × 5 ഫാക്ടോറിയൽ ആണല്ലോ. 7 × 6 × 5 ഫാക്ടോറിയൽ ആണ്. ആ 5 ഫാക്ടോറിയൽ ഈ 5 ഫാക്ടോറിയൽ വെട്ടിപ്പോകും. അപ്പോൾ 7 × 6 × 7 ബൈ 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ 2 തന്നെയാണ്. അങ്ങനെ കിട്ടുന്നത് 21 കിട്ടും. ഇത് ഒറ്റ ഗേൾ പോലും ഇല്ലാത്ത. രണ്ടാമത് എന്താണ്, അറ്റ്ലീസ്റ്റ് 1 ബോയും 1 ഗേളും വേണം. അപ്പോൾ അത് പല രൂപത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. 1 ബോയും 1 ഗേളും എന്ന് പറയുമ്പോൾ ഒന്ന് അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് അത്ര വേണം, കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻ എന്താ വെച്ചാൽ ഒരു ആൺകുട്ടിയും 4 പെൺകുട്ടിയാക്കാം, 2 ആൺകുട്ടിയും 3 പെൺകുട്ടിയാക്കാം, 3 ആൺകുട്ടിയും 2 പെൺകുട്ടിയാക്കാം, പിന്നെ 4 ആൺകുട്ടിയും 1 പെൺകുട്ടിയാക്കാം. അപ്പോൾ വ്യത്യസ്ത രൂപത്തിൽ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഒന്നാമത്തത് ഒരു ആൺകുട്ടിയും 4 പെൺകുട്ടിയാവുമ്പോൾ നമുക്ക് എത്ര രൂപത്തിൽ തിരഞ്ഞെടുക്കാം, 7 ആൺകുട്ടികളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാം. അതാണ് 7 കോമ്പിനേഷൻ 1 ഉള്ളത്. പിന്നെ 4 പെൺകുട്ടികൾ 4 ആരും തിരഞ്ഞെടുക്കൽ 4 കോമ്പിനേഷൻ 4. അത് 2 ഗുണിക്കാം. പിന്നെ 2 ബോയ്സും 3 ഗേൾസും ആയിരിക്കുമ്പോൾ 7 കോമ്പിനേഷൻ 2. അതായത് 7 ആൺകുട്ടികളിൽ നിന്ന് 2 തിരഞ്ഞെടുക്കാം. പിന്നെ ഇൻറ്റു 4 പെൺകുട്ടികളിൽ നിന്ന് 3 തിരഞ്ഞെടുക്കാം. ഇനി 3 ബോയ്സ് 2 ഗേൾസ് എന്തായിരിക്കും, 7 ആൺകുട്ടികളിൽ നിന്ന് 3, 4 പെൺകുട്ടികളിൽ നിന്ന് 2. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുക. പിന്നെ അവസാനം 4 ബോയ്സും 1 ഗേളും. ഇപ്പോൾ ഇതൊക്കെ പാടെന്താണ്, പരസ്പരം കൂട്ടണം. എന്ത്, ഇത് പരസ്പരം ഗുണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൽ ഓരോന്നും എന്താണ് കൂട്ടണം. ഓക്കെ അല്ലേ. ഇവിടെ ഗുണിച്ച് പിന്നെ കൂട്ടി ഗുണിച്ച് കൂട്ടി. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, 441 ഉത്തരം കിട്ടും. ഇനി മൂന്നാമത് എന്താണ്, മൂന്നാമത്തെ നമ്മളോട് പറഞ്ഞത് ഇവിടെ അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് വേണമെന്നുള്ളത്. ഓക്കെ, 3 പെൺകുട്ടികൾ വേണമെന്നുള്ളത്. അപ്പോൾ ദ ടീം ഹാസ് ടു കൺസിസ്റ്റ് അറ്റ്ലീസ്റ്റ് 3 ഗേൾസ്. ദ ടീം ക്യാൻ കൺസിസ്റ്റ് ഓഫ് ഒന്നുകിൽ 3 ഗേൾസ് എടുക്കുക, 2 ബോയ്സ് എടുക്കുക. ഓക്കെ അല്ലേ. കാരണം 3 എന്തായാലും വേണം. അതിൽ 4 ഗേൾസ് എടുക്കുക, 1 ആൺകുട്ടി എടുക്കുക. പിന്നെ എന്താക്കുക, 5 ഗേൾസ് കൊടുക്കുക. പക്ഷേ ഇവിടെ എന്തില്ല, ആകെ 4 ഗേൾസേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ 5 എന്നുള്ള ആ ഓപ്ഷൻ ഇല്ല. അപ്പം ഇനി ശ്രദ്ധിക്കുക ഓരോന്നും. നോട്ട് ദാറ്റ് ദ ടീം കനോട്ട് ഹാവ് 5 ഗേൾസ് ബിക്കോസ് ദ ഗ്രൂപ്പ് ഹാസ് ഓൺലി 4 ഗേൾസ്. ഇനി 3 ഗേൾസ് ആൻഡ് 2 ബോയ്സ് ക്യാൻ ബി സെലക്റ്റഡ്. 3 ഗേൾസ്, അതായത് 4 ഗേളിൽ നിന്ന് 3 തിരഞ്ഞെടുക്കാൻ 4 കോമ്പിനേഷൻ 3 എന്നുള്ളത്. പിന്നെ 7 നിന്ന് 2 ആൺകുട്ടികൾ തിരഞ്ഞെടുക്കാൻ 7 കോമ്പിനേഷൻ 2 എന്നുള്ളത്. ഇനി 4 ഗേൾസിനെയും 1 ബോയിയെയും തിരഞ്ഞെടുക്കാൻ 4 കോമ്പിനേഷൻ 4. അങ്ങനെ അത് എന്താ, ഇത് രണ്ടും പരസ്പരം ഗുണിച്ചിട്ട് ഇത് ഗുണിച്ചിട്ട് ഓരോന്നും ഗുണിച്ചിട്ട് പിന്നെ എന്താ ചെയ്യുക, കൂട്ടുക. ഓക്കെ അല്ലേ. അപ്പോൾ 91 കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. ഇനി എന്താണ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് വിച്ച് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ഓൾ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് അഗെയിൻ.
ഇഫ് ദീസ് വേർഡ്സ് ആർ റിട്ടൺ ആസ് ഇൻ എ ഡിക്ഷണറി വാട്ട് വിൽ ബി ദ 50th വേർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഗെയിൻ എന്നുള്ള വേർഡ് കൊണ്ട് എത്ര വേർഡ് ഉണ്ടാക്കാന്നുള്ളത്, പിന്നെ 50ാമത്തെ വേർഡ് എന്താണെന്നുള്ളതും. അപ്പോൾ ശ്രദ്ധിക്കാം, അപ്പോൾ 5 ലെറ്റേഴ്സ് ഉണ്ട് എഗെയിൻ എന്നുള്ളതിൽ, അതിൽ എ എന്നുള്ളത് 2 ഉണ്ട്. അപ്പോൾ 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ നമ്മൾ ആവർത്തിക്കുന്നത് എന്താണ്, ഹരിക്കണം എന്നുള്ളത്. അപ്പോൾ 60 കിട്ടും. ഇനി എന്ത് ചെയ്യണം, 50ാമത്തെ വേർഡ് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ആദ്യം എന്തായിരിക്കും, ഡിക്ഷണറിയിൽ എ കൊണ്ട് തുടങ്ങണം. അപ്പം എനെ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പൊസിഷനിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 4 ലെറ്റേഴ്സിന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ 4 ലെറ്റേഴ്സിന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അത് 4 വ്യത്യസ്ത ലെറ്റേഴ്സാണ്. ഈ എനെ മാറ്റി നിർത്തിയാൽ GAIN ഒന്നും ആവർത്തിക്കണില്ല. അപ്പോൾ എന്ത് ചെയ്യാനാ, 4 ഫാക്ടോറിയൽ രൂപത്തിൽ നമുക്ക് എന്തായാലും റീഅറേഞ്ച് ചെയ്യാം. അതാണ് അവിടെ പറയുന്നത്. എനെ നമ്മൾ ആദ്യം, കാരണം ഓരോ ഡിക്ഷണറിയിൽ എങ്ങനെ ആയിരിക്കും വേർഡ്സ് വരുന്നത്, ലെറ്റേഴ്സ് അനുസരിച്ചല്ലേ. അപ്പം നമ്മൾ ആദ്യം എന്താണ്, എ എന്നുള്ള ലെറ്റേഴ്സ് കൊണ്ട് തുടങ്ങുന്ന വേർഡുകളെ കണ്ടെത്തുക. അപ്പോൾ അതെത്ര വേർഡ്സ് ഉണ്ട്, ബാക്കി 4 ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് 4 ഫാക്ടോറിയൽ വേർഡ്സ് ഉണ്ടാക്കുക. അത് 24 വേർഡ് ഉണ്ടാവും എ കൊണ്ട് തുടങ്ങുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ 24 വേർഡ്സ് എന്തായി നമ്മൾ കണ്ടെത്തി. പിന്നെന്താണ്, രണ്ടാമത്തത് ഇതിലിപ്പോൾ പിന്നെ വരുന്നത് ജി ആണ്. ഓക്കെ അല്ലേ, കാരണം IN പിന്നെയാണ്. അപ്പോൾ ജി കൊണ്ട് തുടങ്ങുന്നത് എത്ര വേർഡ്സ് ഉണ്ട്, അപ്പോൾ ജീനെ മാറ്റി നിർത്തിയാൽ ബാക്കി AIN ഉണ്ടാവും. ഓക്കെ അല്ലേ. പക്ഷെ ഇതിൽ 4 വേർഡ്സ് ഉണ്ട്, പക്ഷേ 2 വേർഡ്സ് ആവർത്തിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ അതിന് എത്ര വേർഡ് ഉണ്ടാവും, ജി കൊണ്ട് തുടങ്ങുന്നത് 12 വേർഡ് ഉണ്ടാവും. എ കൊണ്ട് തുടങ്ങുന്നത് 24 വേർഡ്, ജി കൊണ്ട് തുടങ്ങുന്നത് 12 വേർഡ്, പിന്നെ ജി കഴിഞ്ഞാൽ പിന്നെ ഐ ഉള്ളത്. ഓക്കെ, ഐ കൊണ്ട് തുടങ്ങുന്ന എത്ര വേർഡ് ഉണ്ടാവും, അതേപോലെ 12 വേർഡ് ഉണ്ടാവും. ഓക്കെ അല്ലേ. കാരണം ഐ കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ AGN എന്നുള്ള വേർഡ് ഉണ്ടാവും, ബാക്കി 4 വേർഡ്. അതിൽ എ ആവർത്തിച്ചു, അപ്പോൾ 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ വരും. അപ്പോൾ എന്തുണ്ടാവും, അതും 12 ആവും. അപ്പോൾ അത് കൂട്ടിക്കഴിഞ്ഞാൽ 48 വേർഡായി. ഇനി 49ാമത്തെ വേർഡ് നമ്മൾ കണ്ടെത്തണം. അതേതായിരിക്കും, N കൊണ്ടാണ് തുടങ്ങേണ്ടത്. പിന്നെ 2A അടുത്ത് വേണം. 2A അടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, 2A അടുത്ത് പിന്നെ ജിയും ഐയും ആണ്. ജി ഐയിൽ ഏറ്റവും ലെറ്റർ, ആദ്യത്തെ ലെറ്റർ ജി ആണ്. അപ്പോൾ നാഗി എന്നുള്ളതായിരിക്കും എത്രാമത്തത്, 49ാമത്തെ വേർഡ്. 50ാമത്തെ വേർഡ് എന്തേക്കാരം, നെയ്ഗ് എന്നുള്ളതായിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ 50ാമത്തെ വേർഡ് കണ്ടെത്തി എന്നുള്ളത്. അപ്പോൾ ആദ്യം എന്താകുക, നമുക്ക് ഇപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഉപയോഗിച്ചിട്ട് ആദ്യത്തെ 40 നമ്മൾ കണ്ടെത്തി. കാരണം എല്ലാം ഓരോന്നും ഇങ്ങനെ എഴുതി കണ്ടെത്താൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ലോജിക്ക് ഉപയോഗിക്കണം, നമ്മൾ പഠിച്ച കാര്യം ഉപയോഗിക്കണം. അപ്പോൾ ഉപയോഗിച്ചു, പിന്നെ എന്ത് ചെയ്യണം, ഇപ്പോൾ 40 കണ്ടെത്തിയാൽ പിന്നെ കുറച്ചുള്ളൂ. കാരണം പിന്നെ ലോജിക്ക് ഉപയോഗിച്ചാൽ വീണ്ടും എടുക്കെത്തും, നമുക്ക് മൊത്തം ഉണ്ടാകേണ്ടേക്ക് എത്തും. കാരണം കണ്ടില്ലേ, 60ാമത്തെ വേർഡ് പിന്നെ 12 അല്ലേ കിട്ടുക. കാരണം ആദ്യം എ കൊണ്ട് 24 വേർഡ് തുടങ്ങും, ബി കൊണ്ട് 12 ജി കൊണ്ട് 12 ഐ കൊണ്ട് 12 N കൊണ്ട് 12. പക്ഷെ നമുക്ക് ഇതും കൂടി കിട്ടിയ 60 വേർഡ് കിട്ടും. പക്ഷെ എന്ത് കിട്ടൂല, 50ാമത്തെ ഏതാണെന്ന് കിട്ടൂല. 50ാമത്തെ ഏതാണെന്ന് കിട്ടണമെങ്കിൽ എന്താണ്, 48 പൂർത്തിയായതിന് ശേഷം പിന്നെ നമ്മൾ സാധാ മാനുവൽ കാൽക്കുലേഷൻ ചെയ്യണം. മാനുവൽ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇത് ഉപയോഗിക്കാതെ. ഓക്കെ അല്ലേ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഹൗ മെനി നമ്പർ ഗ്രേറ്റർ ദാൻ 1 lakh അല്ല, ഒറ്റ 10, 100, 1000. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്, ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം അല്ലേ. കാരണം ഇവിടെ എത്ര വേർഡ് ഉണ്ട്, 7 ഉണ്ട്, 3, 6, 0. അപ്പോൾ ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം. അപ്പോൾ 1 മില്യൺ ഉണ്ട്. അപ്പോൾ ഈ 10 ലക്ഷത്തിനേക്കാൾ വലുതായിട്ടുള്ള, 10 ലക്ഷത്തിന് വലുതായ എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാം യൂസിങ് ദ ഡിജിറ്റ്, ഈ ഡിജിറ്റ് ഉപയോഗിച്ചിട്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഡിജിറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ള അങ്ങനത്തെ എത്ര വേർഡുകൾ ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ 10 ലക്ഷം എന്നുള്ളത് 78 നമ്പറാണ്. നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്താണ്, 78 നമ്പേഴ്സ് തന്നെയാണ്. ഓക്കെ അല്ലേ. കാരണം 7 ഡിജിറ്റ് നമുക്ക് തന്നിട്ടുള്ളൂ, അപ്പോൾ 78 നമ്പേഴ്സാണ് ഉണ്ടാക്കേണ്ടുള്ളൂ. പക്ഷെ പ്രശ്നം വെച്ചാൽ നമുക്കിതിൽ 0 ഉണ്ട്, അപ്പോൾ 0 കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ഏതൊക്കെ ഉള്ളത് റിപ്പീറ്റ് ചെയ്യാതെ വരാതെ 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ ഈ 3 നമ്പർ കൊണ്ടേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ശ്രദ്ധിക്കാം, ഇപ്പോൾ 1 കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇതിലിപ്പോൾ 1 കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാം. ഇപ്പോൾ 1 കൊണ്ട് തുടങ്ങിയാൽ ബാക്കി 6 ഉണ്ട് അല്ലേ. ഈ 6 റിപ്പീറ്റായി വരുന്നത് 2 എന്നുള്ളത് 3 പ്രാവശ്യം റിപ്പീറ്റ് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ 6 ഫാക്ടോറിയൽ എഴുതി, 1 കൊണ്ട് തുടങ്ങുന്നത് 6 ഫാക്ടോറിയൽ ബൈ 2 എന്നുള്ളത് 3 പ്രാവശ്യം റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ 3 ഫാക്ടോറിയൽ ഇൻറ്റു
4 എന്നുള്ളത് 2 പ്രാവശ്യം റിപ്പീറ്റ് ആവുമ്പോൾ 2 ഫാക്ടോറിയൽ. അപ്പോൾ എന്ത് കിട്ടും? 4 × 5 × 6/2 60 കിട്ടും. അപ്പോൾ 1 കൊണ്ട് തുടങ്ങുന്നത് 60 ലെറ്റേഴ്സ് 60 നമ്പേഴ്സ് ഉണ്ട്. ഇനി 2 കൊണ്ട് തുടങ്ങുന്നതോ? 2 കൊണ്ട് തുടങ്ങുന്നത് നോക്കുക. ഇപ്പോൾ 2 കൊണ്ട് തുടങ്ങി കഴിഞ്ഞാൽ 6 ഫാക്ടോറിയൽ വരും /2 ഫാക്ടോറിയൽ. കാരണം ഒരു 2 എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുടെ എത്ര 2 ഉണ്ടാവുള്ളൂ? 2 2 ഉണ്ടാവുള്ളൂ അല്ലേ? പിന്നെ 2 4, അതാണ് 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ, അങ്ങനെ 180 വരും. ഇനി അതുപോലെ തന്നെ 4 കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? 6 ഫാക്ടോറിയൽ /3 ഫാക്ടോറിയൽ. കാരണം 6 ഫാക്ടോറിയൽ ബാക്കി 6 നമ്പേഴ്സ് ഉണ്ട്. പിന്നെ /3 ഫാക്ടോറിയൽ എന്താണ്? 2 എന്നുള്ള എത്ര പ്രാവശ്യം ആവർത്തിച്ചാണ്? 3 പ്രാവശ്യം ആവർത്തിച്ചാണ്. അപ്പോൾ അതിൻ്റെ 3 ഫാക്ടോറിയൽ. 4 എന്നുള്ള 2 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഒരു 4 നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തുടക്കത്തിലേക്ക് വെക്കും. ബാക്കി 6 ഫാക്ടോറിയലാണ്. ഈ 6 ഫാക്ടോറിയൽ നിന്ന് ആകെ ഒരു 4 തന്നെ ഉള്ളൂ അല്ലേ? ഒരു 4 ഉണ്ടാവും, ഒരു 0 ഉണ്ടാവും, ഒരു 1 ഉണ്ടാവും, പിന്നെ 3 2 ഉണ്ടാവും. ആ 3 2 3 ഫാക്ടോറിയലായിട്ട് വന്നത്. അപ്പോൾ അത് 120. ഇത് കൂട്ടുക. ഓക്കെ, അപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 60 + 180 + 120 360 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ 360 എന്താണ് നമ്പേഴ്സിനെ നമുക്ക് എന്താകാം? 10 ലക്ഷത്തിനേക്കാൾ വലിയ നമ്പേഴ്സ് നമുക്ക് 7 നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. ഇനി ഓൾട്ടർനേറ്റീവ് മെത്തേഡ്, വേറൊരു മെത്തേഡാണ് പറയുന്നത്. എവിടെ എത്ര ഉണ്ട്? 78 അറേഞ്ച്മെൻറ്റ്. ഏത്? 7 ഫാക്ട്. നമ്മളിപ്പോൾ 7 നമ്പേഴ്സ് ഉണ്ട്. 7 നമ്പേഴ്സ് നമുക്ക് വ്യത്യസ്ത തരത്തിൽ അറേഞ്ച് ചെയ്യാം. എങ്ങനെ? 7 ഫാക്ടോറിയലായിട്ട്. പക്ഷെ ആവർത്തിക്കുന്ന എത്ര ഉണ്ട്? 2 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്, 4 2 പ്രാവശ്യം. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? 420 ആണ്. പക്ഷേ ഈ 420 എന്തും പെട്ടിട്ടുണ്ട്? 0 കൊണ്ട് തുടങ്ങുന്ന നമ്പേഴ്സും പെട്ടിട്ടുണ്ട്. കാരണം 0 എന്നുള്ളത് നമുക്ക് നൽകപ്പെട്ടതിൽ ഒരു നമ്പറാണ്. അപ്പോൾ 0 കൊണ്ട് തുടങ്ങുന്നതും പെട്ടിട്ടുണ്ട്. അപ്പോൾ 0 കൊണ്ട് തുടങ്ങുന്നത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ 0 കൊണ്ട് തുടങ്ങുന്ന എത്ര ഉണ്ടാവും? അപ്പോൾ ശ്രദ്ധിക്കുക, 0 മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി 6 ഉണ്ട്, 6 ഫാക്ടോറിയൽ അല്ലേ? 7 നിന്ന് 0 മാറ്റി വെച്ച് തരും. കാരണം 0 കൊണ്ട് തുടങ്ങുന്നത് നമ്മൾ 0 എന്താക്കി തുടക്കത്തിൽ വെച്ചു, ബാക്കി 6 ഉണ്ട്. 6 ഫാക്ടോറിയൽ എത്ര ഉണ്ട് ആവർത്തിച്ച് വരുന്നത്? ഇപ്പോൾ 2 എന്നുള്ളത് 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. 4 എന്നുള്ളത് എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്? 2 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്താക്കുക? ഹരിക്കുക. അപ്പോൾ 6 ഫാക്ടോറിയൽ /3 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ. അതിൻ്റെ ഉത്തരം എത്രയും കാര്യം? 60 ആയിരിക്കും. അപ്പോൾ 0 കൊണ്ട് തുടങ്ങുന്നത് 60 ഉണ്ട്. അപ്പോൾ എന്താ? 420 നിന്ന് 60 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 360 കിട്ടും. നേരത്തെ കിട്ടിയ തന്നെ ഇവിടെയും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ്. ഇനി ഒന്ന് ഞാൻ നോട്ടീസ്, if one or more than one digit given in the list is repeated, it will be understood that in any number the digits can be used as many as times as is given in the list. In the above example, 1 and 0 can be used only once, whereas 2 and 4 can be used 3 times and 2 times respectively. അതായത് പറയുന്നത് വെച്ചാൽ നമ്മളോട് ഇപ്പോൾ ഒരു ഇത്ര ഡിജിറ്റ് തന്നാൽ ചില ഡിജിറ്റുകൾ എന്താകാം? ആവർത്തിക്കപ്പെടുന്ന ഡിജിറ്റുകൾ എന്താകാം? 2 ഡിജിറ്റ് ആവർത്തിക്കപ്പെടുന്ന 2 തവണ ഉപയോഗിക്കാം. കാരണം എന്താകാം? ഇപ്പം 2 ഇപ്പം എന്താണ് 3 പ്രാവശ്യം ഉപയോഗിച്ച് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താകാം? 222 എന്നുള്ള ഒരു 3 പ്രാവശ്യം ആ നമ്പറിന് എഴുതാന്നുള്ളത്, അത്രേ ഉള്ളൂ, എല്ലാം ഒന്നുമില്ല. ഓക്കെ അല്ലേ? ഇനി എന്താണ് എക്സാമ്പിൾ 24 കേട്ടോ. എക്സാമ്പിൾ 24 എന്താ പറയുന്നത്? അതും കൂടി പറയാം. In how many ways can 5 girls and 3 boys be seated in a row so that no 2 boys are together? എന്താണ്? 5 ഗേൾസും ഉണ്ട്, 3 ബോയ്സും ഉണ്ട്. ഓരെങ്ങനെ സീറ്റ് ചെയ്യപ്പെടാം? അറേഞ്ച് ഇരിക്കാം. പക്ഷെ കണ്ടീഷൻ ഉണ്ട്, ഒരു 2 കുട്ടികൾ, അതായത് ആൺകുട്ടികൾ ഒരിക്കലും ഒരുമിച്ച് വരരുത്. പറഞ്ഞാൽ 2 പേര് പോലും ഒരുമിച്ച്, അത് ഓരോരുത്തരായിട്ട് വരണം എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ലെറ്റസ് ഫസ്റ്റ് ടേക്ക് സീറ്റ്. ആദ്യം 5 ഗേൾസിനെ എടുക്കുക. അപ്പോൾ 5 ഗേൾസിനെ നമുക്ക് ഏത് രൂപത്തിൽ ഇരുത്താം? 5 ഫാക്ടോറിയൽ രൂപത്തിൽ എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, 5 ഫാക്ടോറിയൽ രൂപത്തിൽ നമുക്ക് എടുക്കാം. കാരണം വ്യത്യസ്ത അറേഞ്ച് 5 ആളുകളെ ഇത്. അപ്പോൾ 5 ഗേൾസിനെ വെച്ച് കഴിഞ്ഞാൽ, ഇനി 5 ഗേൾസിനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 3 ബോയ്സാണ് ഉള്ളത്. 3 ബോയ്സിന് നമ്മളിപ്പോൾ എന്താ ഒരിക്കലും എന്തായത് 2 ആൺകുട്ടികൾ ഒരിക്കലും ഒരുമിച്ച് വരരുത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ആൺകുട്ടികളെ ഇങ്ങനെയുള്ള ഈ ക്രോസ് മാർക്ക് ചെയ്യപ്പെട്ടതിൽ ഇരുത്താൻ പറ്റുള്ളൂ. അങ്ങനെ എത്ര സ്ഥലം ഉണ്ട് ഇവിടെ? 6 സ്ഥലം ഉണ്ട് അല്ലേ? കാരണം 1 2, കാരണം 5 ഗേൾസിനെ ഇരുത്തി കഴിഞ്ഞാൽ 5 ഗേൾസിനെ ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും? ഓരോ ഇടയിൽ ഇപ്പോൾ എന്ത് സ്ഥലമുണ്ട്?
ഒന്നുണ്ട്, 2, 3, 4 സ്ഥലമുണ്ട്. പിന്നെ 2 എക്സ്ട്രീം എൻഡിലും ഉണ്ട്. അങ്ങനെ 6 ഉണ്ടാവും. ഈ 6 സ്ഥലങ്ങളിലേക്ക് എത്ര ആളുണ്ട്? 3 ആളുണ്ട്. അപ്പോൾ അതാണ് ദർ ആർ 6 അല്ലേ ക്രോസ് മാർക്കഡ് പ്ലേസസ് ആൻഡ് ദർ 3 ബോയ്സ് ക്യാൻ ബി സീറ്റഡ്. അപ്പോൾ എത്ര രൂപത്തിൽ വെക്കാം? നമുക്ക് 6 സ്ഥലങ്ങളിലേക്ക് 3 ആളുകളെ വേണ്ട. അപ്പോൾ 6 പെർമ്യൂട്ടേഷൻ 3 എന്നുള്ളതിൽ വരും. കാരണം ഇതിൽ എന്താക്കാം അറേഞ്ച്മെൻറ്റ്, അതായത് ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുട്ടിനെ ഒരു സ്ഥലത്ത് ഈ സ്ഥലത്ത് ഒരു കുട്ടിനെ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിനെ എവിടെയും വെക്കും. അപ്പോൾ വേറെ വേറെ അറേഞ്ച്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് പെർമ്യൂട്ടേഷൻ ആയത്. ഓക്കെ അല്ലേ? അപ്പോൾ 6 പെർമ്യൂട്ടേഷൻ 3 എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയുണ്ട്? ഇതാണ് 5 ഫാക്ടോറിയൽ എവിടെ നിന്ന് കിട്ടി? 5 ഫാക്ടോറിയൽ 5 ഗേൾസിന് നമ്മൾ വെച്ചു. പിന്നെന്താണ് ആൺകുട്ടികളെ എങ്ങനെയും വെച്ചു. ഓക്കെ അല്ലേ? അപ്പം 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ. അപ്പോൾ എത്ര കിട്ടും? 4 ഇൻറ്റു 5 ഓക്കെ ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6. അത് എവിടെ നിന്ന് കിട്ടിയേ? ഇപ്പോൾ ഈ 3 ഫാക്ടോറിയലും ഇവിടുത്തെ 3 ഫാക്ടോറിയലും വെട്ടിപ്പോയി. ഇത് മേലത്താണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 3 ഫാക്ടോറിയലും ഇപ്പോൾ മുകളിൽ 5 ഫാക്ടോറിയല്ലേ, 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയലാണ് മുകളിലുള്ളത്. അത് ആദ്യത്തെ 5 ഫാക്ടോറിയൽ. അപ്പോൾ ആ 3 ഫാക്ടോറിയലും ഈ ഫാക്ടോറിയലും വെട്ടിപ്പോയാൽ ബാക്കി എത്ര ഉള്ളത്? 5 ഇൻറ്റു 4 ഉണ്ട്. അപ്പോൾ അതാണ് 5 ഇൻറ്റു 4. പിന്നെ 6 ഫാക്ടോറിയൽ എന്ന് പറയുമ്പം 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6. ഓക്കെ, ഒന്നും എഴുതിയിട്ടില്ലാണല്ലോ. മൊത്തത്തിൽ എത്ര ഉണ്ട്? 14,000 അല്ലേ 14,000 എന്ന് പറഞ്ഞാൽ 14,400 ആണ് ഉത്തരം എന്നുള്ളത്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക എങ്ങനെയൊക്കെ ചെയ്യേണ്ടതുള്ളത്. ഇനി എന്ത് ചെയ്യുക? ഇതിലെ എക്സസൈസും ചാപ്റ്റർ 7 മിസ്ലാനിയസ് എക്സസൈസും എല്ലാം ചെയ്തു വരാം. ഓക്കെ, പിന്നെ സമ്മറി ഒന്ന് വായിക്കുക മറക്കരുത്. പിന്നെ ഹിസ്റ്റോറിക്കൽ നോട്ട്, ആരാണ് ഈ കോമ്പിനേഷൻ പെർമ്യൂട്ടേഷൻ ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ നോട്ടും ചെറുതായിട്ടൊന്ന് വായിച്ചു തരാം, മറക്കരുത് കേട്ടോ. അപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ചാപ്റ്റർ അവസാനിച്ചു. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ശരിക്കും പഠിച്ചു വരാം. ഓക്കെ, ശരിക്കും എഴുതി വരാം. അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എഴുതി തരുകയും ചെയ്യാം. ഓക്കെ, ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.